നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക്. ഇന്ന് നമ്മൾ ഇതിങ്ങനെ പ്ലെയിൻ റണ്ണിങ് മെറ്റീരിയലാണ്. ഇതിലേക്ക് വെച്ചിട്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്കിപ്പം പെട്ടെന്ന് ഒരു ടോപ്പും ബോട്ടമൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാൻഡ് വർക്ക് ചെയ്തെടുക്കാനുള്ള ഒരു സമയമില്ലാന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ബോർഡേഴ്സുകളാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് കണ്ടോ, ഇതെല്ലാം ഹാൻഡ് വർക്കിൽ വന്നിട്ട് ആ ഒരു ചാർക്കോൾ കളറിലേക്ക് ഇപ്പോൾ 2 സൈഡ് നെറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് ജസ്റ്റ് മടക്കി അടിക്കാമല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്നത് ആപ്ലിക്ക് ചെയ്യുവാണ്. അപ്പം ആ ഒരു ഫിനിഷിങ്ങിൽ വരും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഓരോരോ റണ്ണിങ് മെറ്റീരിയലാണ്. ഇതിൻ്റെ നെറ്റ് 2 സൈഡിലുണ്ട്. അപ്പോൾ ഇപ്പം സിമ്പിളായിട്ട് ഇപ്പം വീട്ടിൽ തന്നെയൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് അങ്ങ് അടിച്ചു പോയാൽ മതി. അതിന് പറ്റുന്ന ബോർഡേഴ്സുകളാണ് ഇതൊക്കെ. പെർ മീറ്റർ 396. ഇതിൻ്റെ കളർ ലേസുകളുണ്ട്. അപ്പോൾ ഒരു പിങ്ക് കളറാണ് റണ്ണിങ് മെറ്റീരിയലെങ്കിൽ ഇതിലോട്ട് ഇത് തന്നെയാണ് വെക്കേണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലിങ്ങനെ വെച്ച് കാണിക്കുന്നേ ഉള്ളൂ. വെച്ചോ, ഇതൊക്കെ കളർ ചേഞ്ചാണ്. ഇതൊരു ബേൺഡ് ബ്രിക്ക് ആ ഒരു കളറ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ നോക്കിയിരിക്കുന്നത് ഇത് നോക്കിയാൽ ഗ്രീൻ, ഓക്കെ, മജന്ത ടോൺ, നല്ല ബ്രൈറ്റാണ് ഗ്രീൻ. ഓരോരോ കളറുകളാണിത്. അതിൻ്റെ ഡീറ്റെയിലിങ് ഗ്രീനിൻ്റെ തന്നെ പല കളറുണ്ട്. പാരറ്റ് ഗ്രീൻ, പിസ്ത ഗ്രീൻ, ഫോറസ്റ്റ് ഗ്രീൻ, നല്ല ഇലക്ട്രിക് ബ്ലൂ, ഒരു മൗ കളറ്, പേളും കട്ട് ബീഡുമാണ്. കട്ട് ബീഡ് ട്യൂബിൻ്റെ ചെറുത്. ഇത് നല്ല ഗോൾഡ്, മെഹന്തി ഗോൾഡ്. ഇത് വീണ്ടും ആ ഒരു ടർക്കോയിഷ് ബ്ലൂ. ഇത് വീണ്ടും കോപ്പറിലേക്ക് വന്നിട്ട്, കോപ്പറല്ല, ഇങ്ങനെ ആ ഒരു ചാർക്കോളിൻ്റെ കട്ട് ബീഡ്. ഇതൊക്കെ ഒരുപാട് ഒറ്റ ഇതിൽ ഇപ്പോൾ ഏത് ഗോൾഡിൻ്റെ കൂടെ ആയാലും എന്ത് ബേബി കളറിലേക്ക് ആയാലും ഓരോ കളറിലേക്കും നമുക്ക് അതാത് കളർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, കോൺട്രാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇതൊക്കെ എപ്പോഴും നമുക്ക് എത്ര പ്രാവശ്യം വന്നാലും നമ്മുടെ സ്റ്റോറിൽ വന്നിട്ടുള്ളവർക്ക് അറിയാം. ഈ ലേസുകളൊക്കെ കണ്ട് പരിചയമുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെ ഇത് പുതിയ ഹാൻഡ് വർക്കിൻ്റെ റണ്ണിങ് ബോർഡേഴ്സുകളാണ്. ഇതിപ്പോൾ ഒരു സാരിക്കാണെങ്കിൽ 9.5 മീറ്റർ അങ്ങ് മൊത്തത്തിൽ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഒരു ഡിസൈനർ സാരി എന്നുള്ള രീതിയിലേക്ക്. പിന്നെ ഇപ്പം പല്ലുവിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കയറ്റാൻ പറ്റുന്ന, ഇത് സ്ട്രൈറ്റ് ആണല്ലോ, അപ്പം അങ്ങനെ കട്ട് ചെയ്ത് പല്ലുവിനെ ഒരു ഡിഫറെൻ്റ് ആക്കിയിട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഓരോരോ രീതിയിലേക്ക് ഡിസൈനേഴ്സിന് വേണ്ടുന്ന തരത്തിലുള്ള റണ്ണിങ് മെറ്റീരിയൽസാണ്. അടുത്തത് വീണ്ടും ഗോൾഡൻ കട്ട് ബീഡിൽ തന്നെ. ഇത് പെർ മീറ്റർ 196. 2 സൈഡും നെറ്റ് ഉണ്ട് ഇതുപോലെ തന്നെ. അതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കുകളായിരുന്നു. ഇത് കുറച്ച് വർക്ക് ഇതാ ഇങ്ങനെ ഒറ്റ സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന പേളുടെ, പിന്നെ അതുപോലെ തന്നെ ഡീറ്റെയിൽ സിമ്പിളായിട്ടുള്ള ഹാൻഡ് വർക്കിൻ്റെ ബോർഡേഴ്സാണിത്. ഇതാണ് കൂടുതൽ ഡിമാൻഡ് വരുന്നത്. ഷോളിൻ്റെ ഇപ്പോൾ ദുപ്പട്ട എടുക്കുന്നുണ്ടെങ്കിൽ ആ ദുപ്പട്ടയുടെ 4 അരികിൽ കൂടെ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് കൂടുതൽ നമ്മളുടെ അടുത്ത്. പിന്നെ നെക്ക് ലൈനും ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ നെക്ക് ലൈനിലേക്ക് ആണ് ചെയ്യണമെങ്കിൽ ഇതേ കണ്ട. അപ്പോൾ ഇതിൽ കറക്റ്റ് ഹാൻഡ് വർക്കിൻ്റെ ഒരു ഡീറ്റെയിലുമായി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഒരു പാർട്ടി വെയർ ഫീലൊക്കെ നമുക്ക് പെട്ടെന്ന് അങ്ങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന റണ്ണിങ് മെറ്റീരിയലാണ്. ബോർഡേഴ്സാണ്. അതാണ് ഇപ്പോൾ ഇത് തന്നെ. ഇപ്പോൾ ഈ സൈഡിൽ കൂടെ അടിക്കാം, മറ്റേ സൈഡ് മറച്ച് വെച്ചും അടിക്കാം. ഈസിലി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. തയ്യൽക്കാർക്ക് അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ഐഡിയ ഉണ്ടാവും. ഇത് നോക്കൂ, ഡാർക്ക് ഒരു മെറൂൺ ഷെയ്ഡ്. കുറേ കളർ ബോർഡേഴ്സുകളുടെ പുതിയ കളക്ഷൻ വന്നപ്പോൾ ഇങ്ങനെ കാണിക്കുന്നതാണ്. വീണ്ടും ചാർക്കോൾ. ഇത് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്. ഇപ്പം നമ്മൾ ഒരു ബ്ലാക്ക് ടോപ്പും ബോട്ടും ആണെങ്കിൽ അതിനോട് ചേർന്ന് വരും. ഇത് ലാവൻഡർ. അപ്പം ഇത്രയും കളറാണ് ഇതിലേക്ക്. പ്രൈസ് റേഞ്ചും കുറവാണ്. 196. പെട്ടെന്ന് വാങ്ങിക്കോട്ടോ. ഇതിപ്പോൾ ഒരു സാരിക്കാരും വന്നു കഴിഞ്ഞാൽ അതങ്ങ് തീരാനേ ഉള്ളൂ. അതുപോലെ ദുപ്പട്ടയുടെ 4 അരികിൽ വെച്ചടിക്കുക ഈസിലി. ഇപ്പോൾ ഏത് ടൈലേഴ്സ് ആയാലും, ഇപ്പോൾ നോർമലി നമുക്ക് വീട്ടിലിരുന്ന് തയ്ക്കുന്നവരായാലും പറ്റുന്ന രീതിയിലാണ് ഇങ്ങനെ അപ്പുറം ഇപ്പുറം നെറ്റ് കൊടുത്തിട്ട് സ്ട്രൈറ്റ് ആയിട്ട് വരുന്നത്.